ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് എ വെരി ഗുഡ് ഡേ ടു സ്റ്റാർട്ട്. എന്താണെന്നല്ലേ, നല്ല വെയിലുള്ള ദിവസം, പക്ഷെ കാലത്ത് നല്ല തണുപ്പായിരുന്നു. ഇന്നലെ വൈകുന്നേരം പഠിത്തം അങ്ങോട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് പറ്റിയില്ല. ഇന്നലെ ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ആയിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന ആളാണ് എന്ന് ഞാൻ മറന്നുപോയി ഒരു നിമിഷം. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ പഠിക്കുന്നത് കാണിക്കാൻ വലിയ സുഖമില്ലാത്തതുകൊണ്ട് ഇന്നലെ വലിയ കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല. അങ്ങനെ ദിവസം പകലായി കാലത്ത് ഉറക്കപ്പിച്ചലായിരുന്നു. കാരണം നമ്മൾ പഠിച്ചപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. കിടന്നുറങ്ങിയപ്പോൾ 3 മണിയായി. അപ്പോൾ കാലത്ത് ഒരു ക്ലാസ്സിന് പോയപ്പോഴാണെങ്കിൽ ഈ ഉറക്കപ്പിച്ചയും കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ എടുക്കാമെന്ന് വെച്ചാണ്ട് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് കാലത്ത് ഫുഡും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേറെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്ലാസ്സിൽ പോകണം. അത് ഇച്ചിരി നമ്മുടെ ചോദിക്കുന്ന പുള്ളിക്കാരിയുടെയാണ്. അതെന്താണെന്ന് അറിയില്ല. നമ്മളപ്പോൾ ഇന്നൊരു നമ്പർ ഇടും. നമ്മൾ ഇത് ക്ലാസ്സിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു 15 മിനിറ്റാണുള്ള ചോദ്യം. അപ്പോൾ ക്ലാസ്സിൽ നമ്മളൊരു 10 മിനിറ്റ് വൈകിയാണ് പോകുന്നത്. അറ്റൻഡൻസ് തരുമെന്നുള്ള പ്രതീക്ഷ. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഒരു സെമസ്റ്ററിൽ ഒരു സബ്ജക്റ്റിന് ഒരു ആബ്സെൻസ് എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം. അപ്പോൾ ഇന്ന് ഒന്നല്ലെങ്കിൽ കിട്ടും അറ്റൻഡൻസ്, അല്ലെങ്കിൽ പുള്ളിക്കാരി എനിക്ക് ആബ്സെൻ്റ് ആക്കും. ഞാൻ പുള്ളിക്കാരി ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്തായാലും ഉത്തരം പറയുന്നത്. അതെന്തിനാണ് നമ്മളുള്ള കോൺഫിഡൻസ് പരീക്ഷയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കളയണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാവധാനം ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയി നിൽക്കുന്നു. പിന്നെ സ്ക്രബിൻ്റെ കളർ മാറ്റിയിട്ടുണ്ട്. ഇത്രയും കാലം നീലയും മജന്തയൊക്കെ ആയിരുന്നില്ല, ഇന്ന് നമ്മൾ പച്ചയാക്കിയിട്ടുണ്ട്, പച്ച. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഞാൻ ട്രാമിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു. ഈ ട്രാമിൽ പോയി ക്ലാസ് കഴിഞ്ഞ് ഇനി ബാക്കി പരിപാടികൾ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ പരിപാടി എന്തായിരുന്നു എന്നറിയൂ? കുതിരക്കാലി. ഇതെങ്ങാലും ഒറിജിനൽ കുതിരയിൽ പോയി ചെയ്തിരുന്നെങ്കിൽ കുതിര ഞങ്ങളൊക്കെ നാട് കടത്തിയാനെ. നാട് തന്നെയല്ല, ഒരു ചവിട്ടിൽ ഞങ്ങൾ ഈ ലോകം തന്നെ വിട്ടുപോയാനെ. അമ്മാതിരി പരിപാടികളാണ്. സമ്മതിച്ച് കൊടുക്കണമല്ല ഞങ്ങളെ, കാരണം ഞങ്ങളാണല്ലോ കുതിരേനൊക്കെ ചികിത്സിക്കാൻ പോകുന്നത് അങ്ങ് ഭാവിയിൽ. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ നോക്കിയും കണ്ടും നിൽക്കുക, സേഫ്റ്റി മുഖ്യം. അങ്ങനെയൊക്കെ ആണെങ്കിലും, കാരണം റിസ്ക് പിടിച്ച പരിപാടിയാണ്. നമ്മൾ കുതിരയുടെ പല സ്ഥലങ്ങളിലും പല രീതിയിൽ കുത്തിയെങ്കിലും അവസാനം നമ്മൾ ഈ തൊലിയും കൂടി പൊളിച്ച് നോക്കിയാൽ നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ, എത്രമാത്രം കാര്യങ്ങളോ ഒക്കെയാണ്. അതേപോലെ ആ കാണുന്നതൊരു ലിഗമെൻ്റാണ്. ഏത് ലിഗമെൻ്റാണെന്ന് അറിയുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ്. എന്നിട്ട് പരിപാടി കഴിഞ്ഞ് ക്ലാസ് ക്ലീൻ ചെയ്ത് പോയി. നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ എന്ന്, അതായത് ക്ലാസ്സിൽ വൈകിപ്പോയി കഴിഞ്ഞാൽ ചോദിക്കില്ല എന്ന്. പക്ഷേ എല്ലാ രാജ്യക്കാർക്കും നമ്മളെപ്പോലൊക്കെ ചിന്തിക്കാൻ പറ്റും എന്നുള്ള യാഥാർത്ഥ്യം ഞാനിന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഞാനെങ്ങനെ വിചാരിച്ചോ അതേപോലെ തന്നെ എൻ്റെ ക്ലാസ്സിലുള്ളവരും വിചാരിച്ചിരുന്നു. ഞാൻ സമയത്തൊന്ന് അപ്പുറത്തെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് പോകുന്ന വെച്ചപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതേ ഇരിക്കണം എൻ്റെ ക്ലാസ്സിലുള്ള 2-3 പേര് എൻ്റെ അതേ നിലപാടെടുത്ത് അവിടെ നിൽക്കണം. സുഭാഷ്. ഇതിനൊക്കെ മനസ്സിലായി. ഞങ്ങളൊരു 10 മിനിറ്റോട് ഇരുന്നുകൊണ്ട് തിരിച്ചു പോയപ്പോൾ പുള്ളിക്കാരും ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. വൈകി വന്നവരോട് ചോദ്യം ചോദിക്കാൻ. 2 ചോദ്യം ചോദിച്ചു. നമ്മൾ തപ്പിത്തടഞ്ഞ് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. കയ്യിലുള്ളതും കയ്യിലില്ലാത്തതും ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് പറഞ്ഞു. പുള്ളിക്കാരിക്ക് കാര്യം മനസ്സിലായപ്പോൾ പുള്ളിക്കാരി എന്നെ ചോദിച്ചു, സർഫസ് വഴി അറിയുള്ളൂ അല്ലേ, അങ്ങ് ഡീപ്പായിട്ട് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ നമ്മൾ പിടിച്ചു തന്നിട്ട് കാര്യമില്ല, അത്ര അറിയുള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് പിന്നെ പരീക്ഷയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ പുള്ളിക്കാരി എന്തോ ഭാഗ്യത്തിന് അറ്റൻഡൻസ് തന്നു. എന്നാലും ഞാൻ വിചാരിച്ചില്ല പുള്ളിക്കാരി നമ്മളോട് തന്നെ ചോദിക്കാൻ വേണ്ടി കാത്തുക്കുമെന്ന്. പുള്ളിക്കാരി കൊള്ളാം. ഇത് ക്ലാസ് എടുത്തു. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇഞ്ചക്ഷൻ പരിപാടി ആയിരുന്നു. ആദ്യം നമ്മൾ പ്രസൻറ്റേഷനിൽ കാണിച്ചത് എവിടേക്ക് കുത്തണ്ടേന്ന്. നമ്മളതേപോലെ ഓരോ സ്ഥലത്തിട്ട് അങ്ങോട്ട് കുത്തി കഴിഞ്ഞിട്ട് നമ്മളോട് തൊലി പിടിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് കുത്തിയ സ്ഥലങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് അറിയാനുള്ള പരിപാടികൾ സൈനോവിയൽ ഫ്ലൂയിഡ് അതിനകത്തുണ്ട്. അപ്പോൾ അതിങ്ങനെ വരുന്ന പരിപാടികളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, കുഴപ്പമില്ല നമ്മൾ ചെയ്തത് എന്നൊരു സെറ്റപ്പ് ഇല്ലേ അത്. പിന്നെ ഇതിനകത്തൊരു തുള്ളി ലിക്വിഡ് ഉണ്ടാവും, കാരണം ഈ കാലം ഓൾറെഡി ഡ്രൈ ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്ത് ലിക്വിഡ് വന്നാലും അത് നമ്മൾ വരുത്തുന്നതേ ആവും. അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റാണോ അല്ലയോ നമുക്ക് കിട്ടും. അപ്പം അത് ചെയ്തു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്ത പരിപാടി കൂടുള്ളവന്മാർ ചെയ്യുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഉഴപ്പനാണ്, സമ്മതിക്കുന്നു. പക്ഷേ പുള്ളിക്കാരി നമ്മളോട് തന്നെ ചോദിച്ച് എന്തോ ഭാഗ്യം, എന്തൊക്കെയോ മുൻകാല സുഹൃതം എന്തൊക്കെയോ കത്തിച്ചു വിട്ട്. നാളത്തെ പരീക്ഷയ്ക്ക് ഇനി തിരിച്ചു പോയിട്ട് ഇനി ഇരുന്ന് പഠിക്കണം. പഠിത്തം മുഖ്യം. പോവാ പഠിക്കുക. നാളെ 2 പരീക്ഷ ഉള്ളത്, ടോക്സിക്കോളജിയും അതേപോലെ തന്നെ സ്ലോട്ടറും. കാലത്ത് 8 മണിക്ക്, കാലത്ത് 7:30 ഒരു പരീക്ഷ, 8:30 വരെ. പിന്നെ രണ്ടാമത്തെ പരീക്ഷ 8:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴായിരുന്നു 9:45 തോന്നുന്നു രണ്ടാമത്തെ പരീക്ഷ. കൃത്യ സമയം ഓർമ്മയില്ല. എന്തൊക്കെയായാലും പോയിരുന്ന് പഠിക്കുക, കുത്തിയിരുന്ന് പഠിക്കുക. ഇന്നലെ തുറക്കം പെൻഡിങ് ഉണ്ട്, ഇന്നിപ്പോൾ ഉറക്കം പെൻഡിങ് ഉണ്ടാവും. നാളെ 2 പരീക്ഷയ്ക്ക് പാസ്സാവണം. കാരണം ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റീടെസ്റ്റ് അവസാനം കൊണ്ടുവയ്ക്കും എല്ലാ പരീക്ഷകളിലും കൂട്ടത്തിൽ. അപ്പോൾ ഒരു പൂരപ്പുറം പോവും. ഓൾറെഡി
കുറേ സബ്ജക്റ്റ് ഉള്ളതിൻ്റെ പേരിൽ ഒരു പൂരപ്പറമ്പുണ്ട്, അതിനൂടെ ഡബിൾ പൂരപ്പറമ്പാവും. അത് നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റാവുന്ന രീതിയിൽ പാസ്സാവാൻ നോക്കാം. നമുക്ക് ആർഭാടായിട്ട് മാർക്കൊന്നും വേണ്ട, എക്സ്പെക്റ്റേഷൻ ആർക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു കാര്യമില്ല, എങ്ങനെയും ഒന്ന് പാസ്സായാൽ മതി. അതുകൊണ്ട് പോയിട്ട് പഠിക്കട്ടെ. പിന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ. അതാണ് സിബൊക്കെ ഊരി കുട്ടപ്പനായിട്ട് നടക്കണേ. ചിലപ്പോൾ 1 അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിൽ തണുപ്പാവുമായിരിക്കും. ഇന്നലെ മഞ്ഞ് പെയ്തു, വൈകുന്നേരം ഇപ്പം മഴ പെയ്തു, സൂപ്പറായിരുന്നു. ഇന്നിപ്പോൾ കുഴപ്പമില്ല, കാലത്ത് തണുപ്പുണ്ടായിരുന്നു, ഇപ്പം നല്ല വെയിലുണ്ട്. തിരിച്ചു പോട്ടെ. തിരിച്ചെത്തി. ഇതിവിടെ നിന്ന് പറ്റുമേ. ഇനി പഠിക്കണം. എപ്പോഴാണെന്നും ചോദിക്കരുത്, പഠിക്കണം. പഠിക്കണ സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇതിനിപ്പോൾ ഇവിടെ ഒന്ന് വിപുലീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ ടീച്ചർ തന്ന നോട്ട്സ് ഉണ്ട്, ഇതിനകത്ത് നമ്മുടെ മുന്നത്തെ വർഷക്കാരുടെ കുറച്ച് നോട്ട്സ് പരിപാടികളുണ്ട്, പിന്നെ മുന്നത്തെ കുറച്ച് പാസ് ക്വസ്റ്റ്യൻ പരിപാടികളൊക്കെ. അങ്ങനെ എല്ലാവരും കൂടി കുഴച്ച് പഠിക്കുക. എങ്ങനെയൊക്കെ പാസ്സാവുക. ഇനി പഠിക്കാതിരിക്കട്ടെ. അതിന് മുന്നേ ചോറുണ്ടണം. സമയം 3 മണിക്ക് അടുത്തായിട്ടുണ്ട്. വിശന്നിട്ട് കണ്ണു കാണുന്നില്ല. ഉള്ളോ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. പരീക്ഷ ആയാലും എന്ത് തേങ്ങയുടെ മൂടായാലും. കാരണം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് അങ്ങ് ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അതിന് ഇത്തരം കൂടി തളർന്നു പോകും. അപ്പം അതിലും വേദം ഒന്ന് സെറ്റായി നിൽക്കാനായിട്ട് നന്നായിട്ട് ഫുഡ് അടിക്കുക, നന്നായിട്ട് വെള്ളം അടിക്കുക, വെള്ളം കുടിക്കുക, പച്ചവെള്ളം. അങ്ങനെ 2 പരീക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. ഞാൻ എന്തുകൊണ്ട് പരീക്ഷയ്ക്ക് പോയപ്പോഴും വന്നപ്പോഴും എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയ സമയത്ത് ടെൻഷൻ അടിച്ചിട്ടാണ് പോയത്, ഉറക്കൊളിച്ചിട്ടൊക്കെയാണല്ലോ പോകുന്നത്. അതുകൊണ്ട് പോയപ്പോൾ ടെൻഷൻ എടുത്തിട്ട് വീഡിയോ എടുത്തില്ല. ഒന്നാമത്തെ പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് ആ സത്യം എനിക്ക് മനസ്സിലായത്. മൈക്ക് എടുക്കാൻ മറന്നുപോയി, അതായത് ഈ കുട്ടനെടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നില്ല. തിരിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ഇത്തിരി കൂടി നല്ല രീതിയിൽ ഓഡിയോ സെറ്റ് ആവുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നുള്ളതാണ്. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എടുക്കാൻ നിന്നില്ല, നിങ്ങൾ വന്നിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ബൈ ദ വേ ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യത്തെ പരീക്ഷ അറിയില്ല, ഒരു 60-40%. 60% പൊട്ടും, 40% പാസ്സാകും. കാലത്ത് 7:30 ആയതുകൊണ്ട് തന്നെ ഒരു മ്ലാനത ഉണ്ടായിരുന്നു, പ്ലസ് ഉറക്കക്ഷീണത്തിൻ്റെ ഉണ്ടായിരുന്നു, പ്ലസ് 19 MCQ വന്നു. ആകെ മൊത്തം കൺഫ്യൂഷനാണ്. MCQ ആയതുകൊണ്ടാണ് ഉറപ്പില്ലാത്തത്. പാസ്സായാൽ പാസ്സായി. അപ്പോൾ നമുക്ക് റിസൾട്ട് വരുമ്പോൾ അറിയാം. പിന്നെ ആകെപ്പാടെ കിട്ടുന്നത് 30 മിനിറ്റാണ് 40 ചോദ്യത്തിന്. അപ്പോൾ അറിയാൻ പാടില്ല. രണ്ടാമത്തെ പരീക്ഷ പാസ്സാവും. കാരണം പുള്ളിക്കാരി പരീക്ഷ കഴിഞ്ഞ് 1 അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞ്, പിന്നെ പുള്ളിക്കാരി ഇരുന്ന് ചെക്ക് ചെയ്ത് ഷടപട്ടേന്ന് പറഞ്ഞ് അതിൻ്റെ റിസൾട്ട് പറഞ്ഞു. അപ്പോൾ ആ പരീക്ഷ പാസ്സായി. രണ്ടാമത്തെ പരീക്ഷ സ്ലോട്ടർ അനിമൽസ്, അത് സെറ്റായി. ആ ഒരു സബ്ജക്റ്റ് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് തുടങ്ങും. അതിൻ്റെ അടുത്ത സെക്ഷൻ ആദ്യത്തെ ടോക്സിക്കോളജി അറിയാൻ പാടില്ല. റിസൾട്ട് വരുമ്പോൾ ഞാൻ എന്തായാലും പറയാം. പഠിച്ചത് തൃപ്തികരമായ രീതിയിലാണെന്ന് ചോദിച്ചാൽ അല്ല. ഉദ്ദേശിച്ചത്രയും പഠിക്കാൻ പറ്റിയില്ല. കാരണം സമയം എവിടെയൊക്കെയോ നഷ്ടപ്പെടുത്തി. പിന്നെ ആദ്യത്തെ പരീക്ഷകൾ എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ആ ഒരു ചൂടത്തില്ല, ആ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ അടുത്ത പരീക്ഷയിൽ ശരിയാവുമെന്നുള്ള ഉത്തമ പ്രതീക്ഷയോടുകൂടി നമ്മളിരിക്കുന്നു. പൊട്ടിയാലും റീടെസ്റ്റ് ഉണ്ട്, അതിലും പൊട്ടിക്കഴിഞ്ഞാലാണ് പ്രശ്നം. അപ്പോൾ റീടെസ്റ്റിൽ പോവും, പൊട്ടില്ല എന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ പരീക്ഷനെ കുറിച്ച്. പോയി വന്നു, 2 തീർത്തു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച 1, 2, 3 തിങ്കളാഴ്ച ഒരെണ്ണം, ചൊവ്വാഴ്ച ഒരെണ്ണം, വ്യാഴാഴ്ച ഒരെണ്ണം. അത് ഓപ്പൺ ക്വസ്റ്റ്യൻസാണ്. സർജറി, ഇൻറ്റേർണൽ, പിന്നെ റീപ്രൊഡക്ഷൻ, ഈ 3 സബ്ജക്റ്റ് നമ്മൾ എഴുതും. നമ്മളിതും നീന്തി കിടക്കും, അല്ലാതെ എന്ത് പറയാൻ. പഠിക്കണം, ഇന്നോട്ട് പഠിക്കണം. പക്ഷേ ഇന്നിപ്പോൾ വേറൊരു പരിപാടിയുണ്ട്. ഒരു ഫുട്ബോൾ കളി അവിടെ കൂട്ടുകാരന്മാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പോയി 2-3 ചവിട്ട് കുട്ടിയൊക്കെ മേടിക്കണം. ചാവും. കാരണം 7 വർഷമായി പന്ത് തൊട്ടിട്ട്. അതെന്താവും നോക്കണം. അതിലൊക്കെ ഉപരി ഫുഡ് ഉണ്ടാക്കി തുറക്കണം. പരീക്ഷേൻ്റെ പേരിൽ 2 ദിവസമായിട്ട് ഷാപ്പാടൊന്നും അങ്ങോട്ട് കയറിയിട്ടില്ല. ആർഭാടായിട്ട് ആകെ ചിക്കൻ ഒന്ന് ഗ്രില്ലടിച്ച് കഴിച്ചു എന്നല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി നമുക്ക് പോർക്കിന് ഇങ്ങോട്ട് കൂട്ടാൻ വയ്ക്കാം. അപ്പോൾ ഈ വ്ളോഗിൽ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. പഠിച്ചതിൻ്റെ അത്രയും സെറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല. പക്ഷേ ഒരു പരീക്ഷ എന്തായാലും പാസ്സായിട്ടുണ്ട് 2 എണ്ണത്തിൽ. അതുകൊണ്ട് കുഴപ്പമില്ല, 2ാമത്തെ പാസ്സാവട്ടെ എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ശരി, ശുഭരാത്രി, ശുഭനിദ്ര, ബൈ ബൈ.